ഹായ് ഫ്രണ്ട്സ്, മേച്ചേരി ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനേ അടുത്തുള്ളൊരു കടയ്ക്ക് പോകാൻ കേട്ടോ, കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടത് നേന്ത്രക്കുലയാണ്. അപ്പോൾ നോക്കുമ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഓണം വരെയുള്ള സമയമൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ചെറുപഴമാണ് ആവശ്യം. ഇപ്പം ചെറുപഴത്തേക്ക് കണ്ണ് നട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ണോടിച്ചു. പിന്നെ അടുത്തേയും പോയത് ഇങ്ങനെ ബേക്കറിയിലേക്കാണ്. അപ്പോൾ അത്യാവശ്യം ബേക്കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ബേക്കറി ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം. അടുത്ത് പിന്നെ ഞാൻ പോയത് നമ്മുടെ ഫ്രിഡ്ജൊന്ന് തുറന്ന് നോക്കി. മഴക്കാലമായും വേണ്ടില്ല, ജ്യൂസ് കുടിക്കാൻ തോന്നിയൊന്ന് കുടിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തത് മാംഗോ ജ്യൂസാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ആപ്പിളിൻ്റെ ജ്യൂസാണ് എടുത്ത് കുടിക്കൽ. അപ്പം ഒന്ന് എടുത്ത് കുടിച്ചു. അവിടെ കടക്കാരനൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞു. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മീനുട്ടീനെ ആലോചിച്ചത്. അപ്പോൾ പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു കുറച്ച് ജ്യൂസൊക്കെ. അതവിടെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അടുത്തത് രണ്ടാമത്തെ ഫ്രിഡ്ജിൽ പോയി നോക്കി. അവിടെ നമുക്ക് വേണ്ടൊരു സാധനം ഇരിക്കുന്നുണ്ടായിരുന്നു, എണ്ണ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണല്ലോ, അങ്ങനെ ഞാൻ സൺഫ്ലവർ ഒപ്പിച്ചു. പിന്നെ നമ്മൾ മിഠായി പോരണ നേരത്തെ മിഠായിയൊക്കെ ഒന്ന് നോക്കിട്ടോ. അപ്പം അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മിഠായി കിട്ടി, കടല മിഠായി. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പണ്ടത്തെ ഫേവറേറ്റ് മിഠായിയാണ് കടല മിഠായി. എത്ര കാലം കഴിഞ്ഞാലും ഇതിൻ്റെ ആയിരിക്കും ഫേവറേറ്റ്. ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്നതാണ്. അങ്ങനെ വീണ്ടും ഞാനൊന്ന് പോയിട്ട് രണ്ടെണ്ണം എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മിഠായി ഏതാണെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം ഞാൻ വീണ്ടും പോകുന്നത് അവിടെ വന്നപ്പോൾ പഴം നോക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ പഴം എടുക്കാനാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചെറിയ പഴം നോക്കിയിട്ട് തന്നെ ഞാൻ എടുത്തു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. എല്ലാതും എടുത്ത് പോകുന്നുള്ളൂ കേട്ടോ. ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ലേ. ഞാൻ പൈസ ഒക്കെ കൊടുക്കണ നല്ല കുട്ടിയല്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് പോകുന്നുള്ളൂ. അങ്ങനെ ആവശ്യമുള്ള സാധനമൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ കൊണ്ടുവന്നു. സൺഫ്ലവർ കൊണ്ടുവന്നു, ശർക്കര കൊണ്ടുവന്നു, പിന്നെ കിട്ടിയത് ഏലക്കായയാണ്. അത് കഴിഞ്ഞിട്ട് പഴം. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏകദേശം എന്തുണ്ടാക്കാനാണ്. പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ജ്യൂസും അമ്മയ്ക്കുള്ള കടലമിഠായി എടുത്ത് പോന്നു. പിന്നെ അവിടെ കോളിഫ്ലവർ ഏകദേശം നാശാവാറായതാട്ടോ. പിന്നെ കുറച്ച് ബീട്രൂട്ട് രണ്ടും എടുത്ത് പോന്നു. അപ്പോൾ ഞാനേ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഉണങ്ങല്ലരി കുത്തിയത് വെള്ളത്തിലിട്ടാണ് പോയത്. അപ്പോൾ അത് അരിച്ചാലാണ് നമുക്ക് നന്നായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് നമ്മുടെ കല്ല് കടിക്കും. ഇത് അരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കല്ലുണ്ടാവും. അപ്പോൾ അതൊക്കെ പണ്ടത്തെ ഒരു പരിപാടി കേട്ടോ, ഇങ്ങനെ അരിച്ചെടുക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ അരിച്ചുണ്ടാക്കി. പിന്നെ ഈ ഉണ്ണിയപ്പമൊക്കെ സെറ്റാക്കി ഉണ്ടാക്കി വന്നപ്പോഴേക്കും രാത്രി കേട്ടോ. അപ്പോൾ വീഡിയോ ക്ലാരിറ്റി ഇല്ലാത്ത കാരണം ഞങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാനത് ഇട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.